എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രെസ്ഫുൾ കാര്യങ്ങളൊന്നും ഇന്ന് നോക്കണ്ട. തേർഡ് പാർട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലേ? നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ്, അഭിപ്രായം എന്താണ് നിങ്ങളെക്കുറിച്ച്. നമ്മൾ എപ്പോഴും നോക്കാറുള്ളതാണ് ഇതൊക്കെ. എന്നാലും പുതിയ ആൾക്കാർ കുറേ പേര് ജോയിൻ ആയിട്ടുണ്ട്, കുറേ അധികം പേര് തന്നെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ആരുടെയൊക്കെ എനർജി കണക്റ്റ് ആവുന്നു എന്ന് നമുക്ക് നോക്കാം. പുതിയതായിട്ട് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങിയാലോ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഒപ്പീനിയനൊക്കെ ഒരു ഫൺ റീഡിംഗ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഷഫ്ലിംഗ് കഴിയാത്തതുകൊണ്ട് അത് എടുക്കാത്തത്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ്? ഓക്കെ, എടുക്കട്ടെ. ഫസ്റ്റ് കാർഡ് ലവേഴ്സ്. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ, 2 ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ്, എംപറർ, 5 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, കാണിക്കാൻ പാടില്ലാത്ത കാർഡാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് എടുക്കുന്നത് കേട്ടോ. കാരണം ചില കാർഡ്സ് ഡയറക്റ്റ് കാണിച്ചാൽ പ്രശ്നമാവും, അതുകൊണ്ടാണേ. 4 ഓഫ് കപ്സ്, ഓക്കെ, 9 ഓഫ് സ്വാർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് സ്വാർഡ്സ്, സ്റ്റാർ. ബോട്ടം ഓഫ് ദി ഡെക്ക് സ്റ്റാർ കേട്ടോ. എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ ഞാൻ ക്ലാരിഫൈ ചെയ്യും. ലവേഴ്സ് വെച്ചിട്ട് അവിടെ എന്ത് ക്ലാരിഫൈ ചെയ്യാനാ, അല്ലേ? അവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഇവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ ഇവർക്ക് തോന്നാറുണ്ട്. കിങ് ഓഫ് കപ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അവിടെ അവർ നിങ്ങളുടെ സ്നേഹം അക്നോളജ് ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹം അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് തന്നെ ഇവർ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ച് വിഷമിക്കുന്നതായിട്ടും ഇവർ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് ഇവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവരുടെ അടുത്ത് പറയാറില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെൻഡക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. എന്ത് കാര്യം മറച്ചു പിടിക്കുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്? നിങ്ങളുടെ കഷ്ടതകളും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുമെല്ലാം നിങ്ങൾ ഇവരിൽ നിന്നും മറച്ചു പിടിക്കാറുണ്ട്. അവരെയും കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെല്ലാം മനസ്സിൽ അടക്കി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് അവരാഗ്രഹിക്കുന്നത് അവരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങൾ അവരെ അറിയിക്കാറില്ല. പുറമേക്ക് സന്തോഷമായിട്ടിരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ക്ലാരിഫൈ 2 ഓഫ് വാൻഡ്സ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ആയിരിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾ വളരെ എന്താ പറയുക, ജോലിയിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ഒരു പക്ഷേ എബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കണം. നിങ്ങളുടെ കഴിവുകളെ ഇവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് എന്ന് ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ സംസാരം വളരെ മനോഹരമാണ്. നിങ്ങളെ കാണാനും വളരെ നല്ലൊരു, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയില്ലേ, വ്യക്തിത്വം ത്തെക്കുറിച്ച് ഇവർക്ക് ഭയങ്കര അഭിപ്രായമാണ്. നിങ്ങൾ എന്ത് സിറ്റുവേഷൻ വന്നാലും വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, ഒന്നും എടുത്തു ചാടി ചെയ്യുന്ന ഒരാളല്ല ഈ ഗ്രൂപ്പ്. അവിടെ വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളും അതേപോലെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ഒരാളുമാണ് നിങ്ങൾ എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു കേട്ടോ. ഇവർക്ക് നിങ്ങളോട് സ്നേഹവുമാണ് ബഹുമാനവുമാണ്.
ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 7 ഓഫ് പെൻറ്റിക്കിൾസ്. ക്ലാരിഫൈ 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ എന്നും ഇവർ കരുതുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് ജോലി സംബന്ധമായിട്ട് എസ്പെഷ്യലി അവിടെ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താനുള്ള ജോലിയുടെ കാര്യത്തിൽ അതിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക പ്രതിബന്ധങ്ങൾ നിങ്ങൾ വകവയ്ക്കാറില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ അഭിപ്രായമുണ്ട് കേട്ടോ. അതിനും അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അപ്രിസിയേഷനാണ് നിങ്ങളുടെ അടുത്ത്. ഫാമിലിയെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളും ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ, എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലെ വയസ്സായ ആൾക്കാർ, പെറ്റ്സ്, കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്ന് പറയുന്നത്. സാമ്പത്തിക സഹായവും നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ഇവർക്ക് ഭയങ്കര വലിയൊരു അഭിപ്രായമാണ് കേട്ടോ. അവർ കുടുംബം നോക്കുന്നത് എത്ര നന്നായിട്ടാണ്. നിങ്ങളുടെ അച്ഛൻ, അമ്മ, അതേപോലെ സഹോദരങ്ങൾ, കുട്ടികൾ, വയസ്സായവർ, അവരെയൊക്കെ എന്ത് നന്നായിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്നവർക്ക് അഭിപ്രായമുണ്ട്. ചിലർ വിചാരിക്കുന്നത് നിങ്ങൾ കുറച്ച് ഓവർലി പ്രാക്ടിക്കലായിട്ട് ഉള്ള ഒരാളാണെന്ന് കേട്ടോ. കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണ്. അതായത് നിങ്ങൾ വാശി പിടിക്കാറുണ്ട് എന്ന്, നിങ്ങളുടെ വാശി നിങ്ങൾ സാധിച്ചെടുക്കും എന്നൊരു ചിന്ത. കേസ് ബൈ കേസ് എടുത്തോളണേ. കുറച്ച് വാശി ഉള്ള ഒരാളാണ്, പ്രാക്ടിക്കാലിറ്റി കൂടുതലായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് അഭിപ്രായമുണ്ട്. ഇച്ചിരി ദേഷ്യവും ഉണ്ട് എന്ന്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ആളാണ് എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. അതുപോലെ 5 ഓഫ് പെൻറ്റിക്കിൾസ്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഈഗോ ഇച്ചിരി കുറയ്ക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുന്നതായിട്ട്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്. അവിടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും തോന്നുന്നു. അതായത് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൻ്റെ എനർജിയെ കുറച്ച് ബാധിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഫൈനാൻഷ്യൽ കെയർ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ചുമതലയായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് അവർ പറയുന്നു. നിങ്ങൾ പക്ഷെ അത് വളരെ നന്നായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാറ്. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള എനർജി കുറയുന്നത് പോലെ ഇവർക്ക് ഫീൽ ചെയ്യുന്നു എന്നും ഇവർ പറയുന്നു. ഓക്കെ, 4 ഓഫ് കപ്സ്. 4 ഓഫ് കപ്സ്. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് 4 ഓഫ് കപ്സിൻ്റെ എനർജിയോടെ വന്നത് ഡിവൈൻ? എന്തുകൊണ്ടാണ്? ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഈ 2 സിറ്റുവേഷനിലായാലും, അതായത് ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ വളരെ ക്ഷമാപൂർവം വെയിറ്റ് ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ അവരെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ഇത്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ക്ഷമാപൂർവം കൈകാര്യം ചെയ്തേ മതിയാകൂ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നും അവർക്ക് ഒരഭിപ്രായമുണ്ട് കേട്ടോ. അതായത് എടുത്ത് ചാടി നിങ്ങളൊന്നും തീരുമാനിക്കില്ല. മിസ്സിങ് എനർജി ഉണ്ടെങ്കിലും ആലോചിച്ച് മാത്രമേ നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വയ്ക്കുള്ളൂ എന്നവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. ഉറക്കമില്ലായ്മയുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. ഇത് കുറച്ച് നിങ്ങളുടെ കാര്യത്തിലും സ്വന്തം കാര്യത്തിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നും ഇവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്ട്രെസ് എടുക്കുന്നു, അങ്ങനെ ചെയ്യരുത് എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലക്കാണ്, ഒരു ഗുഡ് ലക്കാണ് എന്നവർ വിചാരിക്കുന്നുണ്ട്. അതുമല്ല ഇപ്പോൾ എന്ത് തടസ്സം
എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പോസിറ്റീവ് രീതിയിൽ കൈകാര്യം ചെയ്ത് തരണം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നും ഇവർ കരുതുന്നുണ്ട്. ചിലർ വിചാരിക്കേണ്ടത് ഇത് ഓരോ സ്പെസിഫിക് ആൾക്കാർക്കുള്ളതായിരിക്കുമേ. നിങ്ങൾ ചില സമയത്ത് കുറച്ച് ഇമ്മച്വറായിട്ട് കുട്ടിത്തരം വിട്ടുമാറാതെ പെരുമാറാറുണ്ട് എന്നും ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിക്കുമെന്ന് നമ്മൾ പറയില്ല. ഇത് കേസ് ബൈ കേസ് ആണേ, എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവില്ല. ചിലർ വിചാരിക്കുന്നത് നിങ്ങൾ ഇത്തിരി കുട്ടിത്തരം കയ്യിൽ ഉള്ള ഒരാളാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്ത് തന്നെ ആയാലും നിങ്ങൾ അവരുടെ ലൈഫിലെ സ്റ്റാർ സാന്നിധ്യമാണ് എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു. നിങ്ങൾ അവർക്കൊരു ഗുഡ് ലക്ക് കൊണ്ടുവരുന്നതായിട്ടും ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നത്. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്നവർ അഭിപ്രായപ്പെടുന്നു. കുറച്ച് കാർഡ്സ് കൂടെ തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം എന്താണ് ഇവരെ പറ്റിയിട്ട്? കുറച്ച് കാർഡ്സ് കൂടെ തരൂ. വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നും അവർ അഭിപ്രായമുണ്ട് കേട്ടോ. നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നല്ല തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് അവരെ രസിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് മണിക്കൂർ കണക്കിന് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എംപ്രസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. എംപ്രസിൻ്റെ കാർഡ് ഞാൻ ഇനി പറയണ്ടല്ലോ. എൻ്റെ എല്ലാ റീഡിങ്ങിലും നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായത്തിലായാലും ഫീലിങ്സിലായാലും തോട്ട്സിലായും ഈ എംപ്രസ് കാർഡ് ഉറപ്പായിട്ട് വന്നിരിക്കും അല്ലേ. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് ഇവർ ചിന്തിക്കുന്നു. നിങ്ങളെപ്പോലെ ഇവർ കെയർ ചെയ്തിട്ടുള്ള മറ്റൊരാൾ ഈ ലോകത്തില്ല എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും കാണാൻ മനോഹരമായ, ഓക്കെ മനോഹരമായ എന്ന് ഞാൻ പറഞ്ഞ് ഇത് മനോഹരനാവാം മനോഹരിയാവാം അല്ലേ. അതുകൊണ്ടാണ് രണ്ടിൻ്റെ നടുക്കൊരു വാക്ക് ഉപയോഗിച്ചത്. നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ സ്നേഹിക്കുന്ന, ഒരുപാട് കെയർ കൊടുക്കുന്ന, അത്രയും അവർക്ക് അവരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ് എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെയാണ്. എന്ന് വെച്ചാൽ ആരോടും പറയാത്ത കാര്യങ്ങളും അവർ നിങ്ങളോട് പറയാൻ കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട് അവർക്ക്. നിങ്ങളൊരു നല്ല ഫ്രണ്ടും കൂടെയാണ് അവരുടെ കേട്ടോ. അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നവർക്ക് അഭിപ്രായമുണ്ട്. മറ്റാര് കൂടെ നിന്നില്ലെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെ അവർ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, 2 ഓഫ് കപ്സ്. നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. പരസ്പര സ്നേഹം അവിടെ ഉണ്ട് എന്നവർ വളരെ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നും ഇവർ മനസ്സിലാക്കുന്നു കേട്ടോ. അങ്ങനെയും അവർ അഭിപ്രായപ്പെടേണ്ടത്. നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് എല്ലാം നിങ്ങളുടെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് എന്നവർക്ക് വളരെയധികം ബോധ്യമുണ്ട്. ക്വീൻ ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട്, ക്വീൻ ഓഫ് കാർഡ്സ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. ക്വീൻ ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ സ്വല്പം ദേഷ്യമുള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങൾക്ക് ദേഷ്യം വരും. അത് മാത്രമേ അവർക്കൊരു പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു ഒപ്പീനിയൻ അവർക്കുണ്ട് കേട്ടോ. കുറച്ചൊരു ദേഷ്യക്കാരിയാണ് അല്ലെങ്കിൽ ഒരു ദേഷ്യക്കാരനാണ് എന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. സാമ്പത്തികം വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ എന്നും അവർ പറയുന്നുണ്ട്. നല്ല ജോലിയിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അതുമല്ല ജോലിയിലില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളെ ഏൽപ്പിക്കുന്ന പൈസ വളരെ ആലോചിച്ചും പ്ലാനിങ്ങോട് കൂടിയും ചിലവാക്കി, ആവശ്യങ്ങൾക്ക് ചിലവാക്കി, ആവശ്യത്തിന് സേവ് ചെയ്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ഒപ്പീനിയൻ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെ പറ്റിയിട്ടുള്ള. ഇന്ന് നമ്മൾ മെസ്സേജസ് ഇട്ടപ്പോൾ ഒരു സ്പെസിഫിക് മെസ്സേജാണ് നമ്മുടെ മോർണിംഗ് മെസ്സേജിൽ ഒരു സ്പെസിഫിക് മെസ്സേജാണ് വന്നത്. അതായത് യാത്ര പോയിരുന്ന ചിലർ തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ ഒരു സ്പെസിഫിക് കുറച്ച് പേരുടെ മെസ്സേജാണ് ഇന്ന് കണക്റ്റ് ആയത് കേട്ടോ.
അപ്പോൾ എനിക്ക് ജനറലായിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തത് പോലെ തോന്നി ഇന്ന്. പക്ഷെ കാർഡ്സ് പറഞ്ഞതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ അഡീഷണൽ മെസ്സേജസ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ എടുത്തു തരാം കേട്ടോ. കുറച്ച് മെസ്സേജസും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇന്ന് എന്താ അറിയോ, ലൈവും കൂടെ വന്നതുകൊണ്ട് ഞാൻ ആകെ ടയേർഡായി. അപ്പോൾ ടാരോ എടുത്തിട്ട് ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. മെസ്സേജസ് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് തന്നെ എടുത്തു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ബൗളിൽ നിന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചു. ഓക്കെ, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഇത്രയും വായിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അത് മൊത്തം ഇനി എടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ എൻ്റെ കൈ കിട്ടിയത് മൊത്തം എടുത്ത് വെച്ചു. ഇത് മുഴുവൻ വായിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കാം. നമസ്കാരം. ഐ ആം ജെലസ്. ഓ, ജെലസായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതോ എന്തോ ഇവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇവർക്ക് സഹിക്കുന്നില്ല കേട്ടോ. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ഒരു ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ റിലേഷന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നന്നായി തന്നെ ഉണ്ട് എന്ന് അവർ കരുതുന്നു. സഡൻ കമ്മ്യൂണിക്കേഷൻ. ചിലർക്കെങ്കിലും വിചാരിച്ചിരിക്കാത്ത സമയത്ത് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ചെയിൻഡ് ബൈ മൈ ഓൺ ഡൗട്ട്സ്. അവർ കൺഫ്യൂഷൻസിലാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ടോറസ്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഇടവരാശിയായിരിക്കാം. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവരെന്നും ഓർക്കും. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളെ ഇപ്പോഴും അവർക്ക് ആ ടച്ച് ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. ഇവർക്ക് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് എപ്പോഴും. ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയോ എന്ന് ചോദിക്കുക. ഐ കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഓവർ തിങ്കിങ് കാരണം ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ കണ്ടിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. വിർഗോ, കന്നി രാശി. 2 souls 1 heart. വിത്ത് യു ഐ ചൂസ് ലവ് എവറി സിംഗിൾ ഡേ. നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളുടേതായി ഇരിക്കാനാണ് അവർക്കിഷ്ടം. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഓക്കെ, സ്പെസിഫിക് മെസ്സേജ് ആണ്. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നു. പൈസസ്, മീനരാശി. നമ്പേഴ്സ് ഒന്നും കിട്ടിയില്ല ഒന്ന്. ഐ ഹാവ് റോങ്ഡ് യു, ഫോർഗീവ് മീ. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ക്യാൻ വി ടോക്ക്. നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. റീയൂണിയൻ. ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ വരുന്നുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. ഓക്കെ, വീണ്ടും അവർ പറയുകയാണ് അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യാമെന്ന്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അതും ഒരു സ്പെസിഫിക് മെസ്സേജാണ് കേട്ടോ. ഐ എം തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഐ എം കൺഫ്യൂസ്ഡ്. ഓക്കെ, കൺഫ്യൂഷൻ ആണെന്ന് പറയുന്നു. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. ഇത് സ്റ്റാർ കാർഡിൻ്റെ ഒരു ടൈപ്പ് മെസ്സേജാണ് കേട്ടോ. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നു എന്നർത്ഥം. യു ആർ മൈ ലവ്, മൈ ലൈഫ്, മൈ വേൾഡ്. ഓ, അവരുടെ ലൈഫിൽ സ്നേഹവും അവരുടെ ലോകവും അവരുടെ ജീവിതവും എല്ലാം നിങ്ങളാണ്. സോ ബ്യൂട്ടിഫുൾ. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. നമ്പേഴ്സ് 2, 11. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. ഉറങ്ങാൻ സാധിക്കുന്നില്ല. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു കറക്റ്റായിട്ടുള്ള സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന്. ഐ ഫോർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവർ സ്വയം മറന്നു പോകാറുണ്ട്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ നിർത്താനേ സാധിക്കുന്നില്ല. ജെമിനി, മിഥുന രാശി. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കണം, അവരെന്നെ വിളിക്കൂ എന്ന് പറയുകയാണ്. അപ്പോഴേ ക്യാൻ ബി ടോക്ക് എന്നും ചോദിച്ചിരുന്നു അല്ലേ. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈ സെൽഫ്. എക്സ്പ്ലെയിൻ ചെയ്യണോ? ഐ വോണ്ട് ടു ബി വിത്ത് യു. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി അവർക്ക്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങളെ ഒരിക്കലും അവർ വിട്ട് കളയില്ല. ഐ ലവ് യു. ഓ, ഓക്കെ. ഡ്രീമിങ് ഓഫ് യു. നിങ്ങളെപ്പറ്റി തന്നെയാണ്. ഡ്രീംസിൽ പോലും
സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പീസ് ഓഫ് മൈൻഡ്. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യു ആൻഡ് മീ ബാലൻസ്ഡ് കണക്റ്റഡ് ഇൻ ഹാർമണി. ഓക്കെ, നിങ്ങളെന്നും ബാലൻസ്ഡ് ആയിട്ട് ഒരുമിച്ച് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു അഗൈൻ. ടെൽ മീ യു ആർ മൈൻ. നിങ്ങൾ അവരുടെ മാത്രമാണെന്ന് അവരോട് പറയണേ എന്ന് പറയുകയാണ് കേട്ടോ. നമ്പേഴ്സ് 9, 18, 27. ഇതെല്ലാം നമ്പേഴ്സ് വരുമ്പോൾ അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളൊരു നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയില്ലേ? ഒരു ഐ ലവ് യു ഒക്കെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ആൻഡ് ദെയർ മെസ്സേജസ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരിക കേട്ടോ. വേറെന്താണ്, സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഞാൻ പറയാമേ, അടുത്ത് തന്നെ വരാം. കാരണം ഇന്ന് മെമ്പേഴ്സ് ലൈവ് ചെയ്തു, പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് ലൈവ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. വേറെന്താണ്, 18th വരെയും പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, 18th മുതൽ 1 വീക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ, വീഡിയോസ് കഴിയുന്നത് വിടും. ഞാനൊരു ട്രാവലിങ്ങിലാണ് സമയത്ത്, അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വരും. പേഴ്സണൽ റീഡിങ് എന്തായാലും ഇല്ല 1 വീക്ക്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. ഡിവൈൻ ബ്ലസ് ചെയ്യട്ടെ എല്ലാവരെയും.